ഹലോ ഗൈസ്, ഫോണിൻ്റെ വയർ കത്തിപ്പോയതാണ്. പടം ഇനി എന്ന് ഇറങ്ങാനാണെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്, ഇറ്റ്സ് പ്രദീപ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എനിക്കൊന്ന് ഹോസ്പിറ്റലിലും പോകണം, വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. ഇത് രണ്ടുമാണ് ഇപ്പം നിലവിലുള്ള പ്ലാൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഇന്നത്തെ എൻ്റെ ലൈഫ് ഈ വീഡിയോയിലൂടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്നൊന്ന് കാണാം. ഗൈസ്, ഞാൻ വഴുതക്കാടാണുള്ളത്. എന്തായാലും നമുക്കൊരു ചായ കുടിക്കാം. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല, മണി ഇപ്പോൾ 10:30 ഗൈസ്, ഞാൻ ഇവിടെ ഉള്ളതാണെങ്കിലും എനിക്ക് നല്ല ചായ സ്പോട്ടൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ചായ സ്പോട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. അങ്ങനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൊരു ടീ ഷോപ്പുണ്ട്. ടീ മാത്രമല്ല, ടിഫിൻ എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ അവിടെ കയറിയപ്പോൾ ഒരു ചായയാണ് ഓർഡർ ചെയ്തത്. രാവിലെ മുതലേ അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണിത്. ഞാനവിടെ നിന്നപ്പോഴേ അത്യാവശ്യം ആൾക്കാരൊക്കെ അകത്ത് കയറുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും ചായ കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഇവിടെ നിന്ന് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ ഗൈസ്, ഞാൻ ഇപ്പോൾ ആ ചായ എടുത്തുകൊണ്ട് പോയേനെ. അത് വേറൊരാൾക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ചായയായിരുന്നു. ഞാൻ അങ്ങനെ ചമ്മിപ്പോയി. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് അടുത്ത ചായ അടിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ചായ എൻ്റെ ചായയാണ്. ഞാൻ എപ്പോഴും ലൈറ്റ് ചായ ഞാൻ കുടിക്കാറുള്ളൂ. ലൈറ്റ് ചിലപ്പോൾ മധുരം കൂട്ടി കുടിക്കും. കണ്ടില്ലേ ഗൈസ്, അങ്ങനെ ഞാൻ ചായ അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ബട്ടർ ബന്നും കൂടി എടുക്കാൻ വേണ്ടി പോകാൻ പോവുകയാണ് ഗൈസ്. ഞാൻ കണ്ടില്ലേ, എൻ്റെ ചായ അവിടെ ഞാൻ വെച്ചിട്ട് ഒരു ബട്ടർ ബന്നും കൂടി ചുരുട്ടി പിടിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അങ്ങനെ ചായൻ്റെ അടുത്ത് പറഞ്ഞ് ബട്ടർ ബന്ന് എടുത്ത് തരാം. അങ്ങനെ ബട്ടർ ബന്ന് കൈ കിട്ടിയിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഫേസ് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഫേസ് കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊരു വ്ളോഗല്ലേ. ഞാൻ ഫേസ് കാണിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, ഈ ഫേസിലേക്ക് ക്രീമൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ തുടച്ചിട്ട് കാണിക്കുന്നു, പക്ഷേ ഫേസ് കാണിക്കാതെ എന്തൊരു വ്ളോഗ്. അതുകൊണ്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഞാൻ അല്ലാതെയാണ് ഇത് ഡബ് ചെയ്യണത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാനാണെങ്കിൽ മൈക്ക് ഓണാക്കിയില്ല, മൈക്ക് ഓണാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ആണ് സൗണ്ട് ഇല്ലാതിരുന്നത് ഗൈസ്. അങ്ങനെ ചായ കുടിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ബാക്കിൽ കൈ കാണിക്കുന്നത് ഈ പയ്യനെ ഞാൻ കണ്ടത്. അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും സംസാരിക്കുകയാണ് ചെയ്തത്. അവനെ കൊണ്ട് ചാനലൊക്കെ സബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. എന്ത് പറയാൻ, നേരത്തെ എടുത്ത വീഡിയോസൊന്നും മൈക്ക് ഓണാക്കിയില്ലായിരുന്നു. പിന്നെ എനിക്ക് അതും മതിയാവില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരു സോഡ നാരങ്ങ കുടിക്കാൻ വിചാരിച്ച് വന്നിരിക്കുകയാണ്. എന്തോ ഗൈസ്, എനിക്ക് രാവിലെ നന്നായിട്ട് കഴിക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാതിരുന്ന ഇന്നത്തെ ദിവസം ഞാൻ മൊത്തം വെള്ളവും കുടിച്ച് ഉച്ച വരെ കൊണ്ടുപോകും. പിന്നെ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അവിടെയല്ല ഇത്രയും ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇവിടെ വന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ നാട്ടിലെ ഹോട്ടലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, ഒറ്റ മനുഷ്യരില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവരും വലിയ പ്രശ്നത്തിലാണ് ഗൈസ്. എനിക്ക് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഇതുപോലത്തെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ഇരിക്കും. ഭയങ്കര വെള്ളം കൂടിയാണെങ്കിൽ അത് തന്നെ 10-200 രൂപ ആവും. മറ്റേ വല്ലതും കഴിച്ചാൽ വേറെ വിഷയമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് വന്നത്. ഗൈസ്, ഇവിടെ ബെറോട്ടയും ബിരിയാണിയും മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഫുഡും ഇല്ല. ബെറോട്ടയും ബിരിയാണി. കാരണം ഇവർ എന്തിനാണ് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ മിക്കവാറും ചിലർ ബെറോട്ട ആയിരിക്കും കഴിക്കണം. അങ്ങനെയുള്ളവർ കഴിക്കട്ട്, ഇനി ഉച്ച ആകുമ്പോഴത്തേക്ക് ബിരിയാണി. അല്ലാതെ വേറെ നിവർത്തിയില്ല. LPG ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട്
വേറെ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. പൈസ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കാണാം. ഗൈസ്, വേറൊന്നുമല്ല, ഫോണിൻ്റെ വയർ കത്തിപ്പോയതാണ്. ഞാൻ ഹോണ് പോയെന്ന് പറഞ്ഞ് മാറ്റാൻ വേണ്ടി ഇരുന്നതാണ്. എങ്ങനെയല്ല പൈസകൾ പോകണമെന്ന് നോക്കിയേ. അതിപ്പോൾ ശരിയാവും. വയർ എന്തോ കത്തിപ്പോയതാണ്. ഗൈസ്, അങ്ങനെ മെക്കാനിക്ക് ചേട്ടൻ എൻ്റെ വണ്ടീൻ്റെ വയർ പിടിച്ച് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. കണ്ടില്ലേ? ആ വയറൊക്കെ നല്ല വൃത്തിയായി കട്ട് ചെയ്ത് കണക്ഷൻ പിടിച്ച് കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഗൈസ്, എന്ത് ചെയ്യാനാ, ഞാൻ ഇപ്പോഴും മൈക്ക് ഓണാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതാ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഹോണ് ടെസ്റ്റ് ചെയ്യുകയാണ്. ഹോണൊക്കെ നല്ല വൃത്തിയ സൗണ്ടായിട്ട് കേട്ടെ. പക്ഷേ മൈക്ക് ഓണെന്ന് പറഞ്ഞാണ് ഞാൻ ഈ സംഭവം എല്ലാം കാണിക്കുന്നത്. മൈക്ക് ഓഫായി. ഞാൻ എവിടെയൊക്കെ ഇന്ന് സിനിമ ഉണ്ടെന്നൊന്ന് നോക്കിയണേ. ഞാൻ നോക്കണത് മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമയാണ്. എവിടെ ഉണ്ടെന്നറിയില്ല, ഒന്ന് നോക്കട്ടെ. ഈ ഫോണിൽ ഞാൻ അങ്ങനെ ബുക്ക് മൈ ഷോ ഒന്നും യൂസ് ചെയ്യില്ല. ഏത് എൻ്റെ ഈ ഫോണിൽ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോണിലാണ് ഞാൻ മെയിനായിട്ട് ബുക്ക് മൈ ഷോ ഒക്കെ യൂസ് ചെയ്യണത്. ഇത് അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റ് കേട്ട് അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ഡേറ്റൊക്കെ ചെയ്ത് അപ്ഡേറ്റ് ഞാൻ കെയർ ചെയ്യണം. ഇതിലോട്ട് സൈൻ ചോദിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്തായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുള്ള തിയേറ്ററിലാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്, ഇതിൽ കാണിക്കാൻ പോകുന്നത്. സോറി, ഞാൻ സംഭവം സിനിമ കണ്ടു കേട്ടോ. അത് ഞാൻ വ്ളോഗായിട്ട് ഇട്ടിട്ടുമുണ്ട്. സംഭവം സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടായിരുന്നോ ഗൈസ്? കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടം മരണം സംഭവം ഉണ്ടാ നോക്കട്ടെ. 8.2 റേറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളാമെന്ന് പറയണായിട്ട്. അനോമി ഞാൻ കണ്ട്. അനോമി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അനോമി എങ്ങനെ ഉണ്ടെന്ന്. 2 മണിക്ക് ഒരെണ്ണമുണ്ട്. ലുലു മോളിലും ആർടെക്കിലുമാണ് ഉള്ളത്. 2 മണിക്ക്. ഇപ്പം മണി 1 ഉള്ളൂ. 170 ടിക്കറ്റാണ്. സംഭവമുണ്ട് ഗൈസ്. 170 ടിക്കറ്റ് 190 ആവും ഇതുവഴി ബുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ബുക്ക് ചെയ്യാം. ഗൈസ്, എൻ്റെ GPay വർക്കാവുന്നില്ല. എന്തായാലും പൈസ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി ടിക്കറ്റ് തന്നെ എടുക്കാം. അതാണ് നല്ലത്. ആർടെക്കിൽ പോവാം 2 മണിക്കുള്ള ഷോയ്ക്ക്. അപ്പോൾ ഷോ ടൈമിൽ കാണാം. ഗൈസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് പേട്ടയിലാണ്. പേട്ട ജംഗ്ഷനിലുള്ള ഈ കട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ട്രിവാൻഡ്രത്തുള്ള 20 രൂപ ഉള്ളൂ ഇതിന്. 1 ലിറ്റർ വെള്ളത്തിന് 35 രൂപ ഉള്ളൂ. നല്ല വെള്ളമാണ്. ഞാൻ എന്തായാലും തിയേറ്ററിലോട്ട് പോകണം. അപ്പോൾ അതുവഴി ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതാണല്ലേ പേട്ട ജംഗ്ഷൻ. ഈ പേട്ട ജംഗ്ഷനിലുള്ള ഈ കട ആർക്കും പരിചയപ്പെടുത്തണമെന്നില്ല, എന്നാലും ഞാൻ കാണിക്കണമെന്നേ ഉള്ളൂ. കണ്ട, 1 ലിറ്റർ വെള്ളത്തിന് 35 രൂപ, അര ലിറ്ററിന് 20 രൂപയാണ്. ഞാൻ കുടിച്ച 20 രൂപയുടെ വെള്ളമാണ്. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആർടെക്കിലാണ്.
മസ്തിഷ്ക മരണം എന്ന് പറയുന്ന സിനിമ കാണാൻ വന്നതാണ്. കമ്മീഷണർക്ക് ഇറങ്ങിയ 4K ഡോൾബി അറ്റ്മോസിൽ കമ്മീഷണർ ചള്ളി നമ്മളെ അണ്ണൻ്റെ പടം എന്ന് ഇറങ്ങാനാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ ഒരു കട്ടൗട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഐ ലവ് ട്രിവാൻഡ്രം എന്നൊരു ബോർഡർ ഇട്ട് സെറ്റ് തന്നെ. ഗൈസ് അങ്ങനെ മസ്തിഷ്ക മരണം കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല റിവ്യൂ ഉള്ള മൂവിയാണ്, പക്ഷേ ഇത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. നല്ല റിവ്യൂവും ഭയങ്കര സിനിമ ടെക്നിക് എല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ അത്ര ടെക്നിക്കും കാര്യങ്ങളൊന്നും നോക്കാറൊന്നുമില്ല. ഞാൻ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ഉറങ്ങി ഫസ്റ്റിലെത്താൻ കുറച്ച് ടൈം. അല്ലാതെ എനിക്ക് വലിയ പടം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി കാണാനുള്ളത് ആട് 2 ദുരന്തർ, ആട് 3 ദുരന്തർ, പിന്നെ ടോക്സിക്, ഇതെല്ലാം ഒന്ന് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. നോക്കാം. അപ്പം ശരി, ഞാൻ ഇനി അടുത്തതിൻ്റെ പ്ലാൻ ഒരു ചായ കുടിക്കാം. അപ്പം ശരി. ഇനിയുള്ള ഷോർട്സിൽ എൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി വരും. എൻ്റെ ഫോട്ടോസല്ല, ഞാൻ എടുക്കുന്ന കുറച്ച് ഫോട്ടോസുകൾ. അതായത് ഞാനൊരു മൊബൈൽ ഫോട്ടോഗ്രാഫി സെറ്റപ്പ് പിടിക്കുകയാണ്. അതായത് മൊബൈലിൽ എങ്ങനെ കൂടുതൽ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഈ ഫോട്ടോസ് ഉണ്ടെന്നും പിന്നെ ഫോട്ടോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. അപ്പോൾ ശരി. ഗൈസ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇനിയൊന്നുമില്ല, ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ്.